നമുക്കിതിൻ്റെ ലെഗ് പീസ് തന്നെ ഒരെണ്ണം ഇളക്കിയെടുക്കാം. ബട്ടർ ഇതങ്ങനെ ഇറ്റ് വീഴുക. ബട്ടറും ലെമൺ ജ്യൂസും കൂടെ ഒക്കെ ചേർന്നിട്ട് നല്ല റെഡി ആയിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ചിക്കനാണ്. അപ്പോൾ ഫ്ലാറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മളൊരു പരിപാടിയാണ്. ഒരു ചിക്കൻ നമ്മൾ റെഡിയാക്കി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മധ്യഭാഗത്തെ ഈ നട്ടല് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ള പരിപാടിയാണ്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഓക്കെ, നമ്മുടെ കോഴിയുടെ കഴുത്ത് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. കോഴിയുടെ ഈ മുകൾ ഭാഗം കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് കച്ചട വേസ്റ്റ് കൂടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കണ്ട് അതിനകത്തുണ്ട്. അതുകൂടെ എല്ലാം നമുക്ക് എടുത്തങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ കോഴി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കാം. കണ്ടില്ലേ, ചിക്കൻ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വൃത്തിയായിട്ട് കഴുകിയെടുത്ത സ്ഥിതിക്ക് നമ്മുടെ പാളയും കൂടെ നമ്മൾ വൃത്തിയായിട്ട് അങ്ങ് കഴുകിയെടുക്കാൻ പോവാണ്. ഇനിയാണ് നമ്മുടെ ചിക്കനെ അടിച്ച് ഫ്ലാറ്റാക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പാളയൊന്നും കാണാൻ പോലും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനെ നമ്മുടെ ഹാമർ കൊണ്ട് ഒന്ന് ചതച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ചുറ്റികയിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നൊരു ചുറ്റിക ആയതുകൊണ്ട് നമ്മൾ ഫോയിൽ ഷീറ്റിലൊന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. പൊതിഞ്ഞിട്ട് ഇതിൻ്റെ കാലുകളും അതുപോലെ ചിറകിൻ്റെ ഭാഗവും എല്ലാം നല്ലതുപോലെ നമ്മൾ ഒന്ന് ചതച്ച് എടുക്കുകയാണ്. നമ്മുടെ കോഴി മൊത്തത്തിൽ നമ്മളിതുപോലെ അടിച്ച് ഫ്ലാറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടിച്ച് പരത്തിയ ചിക്കനാണ് നമ്മൾ വാഴയിലേക്ക് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഫ്ലാറ്റായി ഇലയിൽ പരന്നിരിക്കുക. അപ്പോൾ നമ്മുടെ കോഴി മസിൽമാൻ ആയതുകൊണ്ട് നമുക്ക് ആ മസിലുള്ള ഭാഗമൊക്കെ ഒന്ന് കത്തിക്കൊന്ന് വരഞ്ഞ് റെഡിയാക്കി കൊടുക്കണം, മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് ഈ ചിക്കൻ്റെ പുറം മുഴുവൻ നമുക്കിതുപോലെ കുത്തി റെഡിയാക്കിടും. അപ്പോൾ മസാലകളെല്ലാം ഉള്ളിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടും. കണ്ടില്ലേ, നമ്മൾ ഫോർക്ക് കൂടെ കൊണ്ട് കുത്തിയപ്പോഴത്തേക്ക് അതിൽ ആ ചിക്കൻ്റെ ആ മസിലുള്ള ഭാഗം, ആ കട്ടിയുള്ള ഭാഗം എല്ലാം നല്ല ഹോളെല്ലാം വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മസാല. അപ്പോൾ ചങ്ങായ, നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർത്തല്ല നമ്മുടെ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളിതിൽ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു വലിയ നാരങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു നാരങ്ങ നമ്മളിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ആദ്യം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഈ നാരങ്ങ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. നമുക്ക് നല്ല നീരുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അല്പം പോലും ഓയിൽ ചേർക്കാതെയാണ് ഈ മസാലക്കൂട്ട് കുഴച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് ഓയിലിന് പകരം നമ്മൾ ബട്ടറാണ് ചേർക്കുന്നത്. അത് ചിക്കൻ ഒരു ഹാഫ് കുക്കൊക്കെ ആയി വന്നതിന് ശേഷം മാത്രമേ ബട്ടർ ചേർക്കാറുള്ളൂ. ഈ മസാല ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഈ ഒരു വശത്ത് നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്കിതിന് മറുവശത്ത് കൂടെ നമുക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടിച്ച് പരത്തി നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടെല്ലാം പുരട്ടി അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് നമ്മുടെ ചിക്കൻ കൂട്ടാൻ. അപ്പോൾ ഈ ചിക്കൻ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ആ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കനലൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മസാലകളൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്ന വീട്ടിലേക്ക് പോകാം. ഓക്കെ.
രണ്ട് ചിരട്ടയൊക്കെ വെച്ച് നമുക്കിത് കത്തിച്ചെടുക്കാം. നമ്മളെ കരിയെല്ലാം കത്തി നല്ല കനലായിട്ട് വരട്ടെ. അപ്പോഴേ കനലെല്ലാം റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കനിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്ലാറ്റ് ചിക്കനാണ്. അപ്പോൾ ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ 2 മുളം കമ്പ് ഇതിൽ ചേർത്ത് കെട്ടുകയാണ്. അതെന്ന് പറയുന്നത് നമ്മളെ ഒരു നെറ്റിലാണ് ഗ്രില്ല്, നമ്മളൊരു ചെറിയ നെറ്റ് പീസാണ് വയ്ക്കുന്നത്. മറ്റേ റെഡിമെയ്ഡ് ഗ്രില്ലാണെങ്കിൽ നമ്മുടെ അൽഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങുന്നത്, അതാണെങ്കിൽ നമുക്ക് മറിച്ച് വയ്ക്കാനൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ അതില്ലാത്തവർക്കും ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നെറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് മുളഞ്ചീട്, ഈ മുളങ്കമ്പ് നമ്മളിതിൽ വെച്ച് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിനെ എടുത്ത് മറിച്ച് വയ്ക്കാനും ഒക്കെ, ഇപ്പോൾ 2 സൈഡൊക്കെ വേവിക്കാനായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ വയ്ക്കാനായിട്ടൊക്കെ എടുത്ത് മറിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അതിനാണ് നമ്മളിങ്ങനെ കെട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല അതിൻ്റെ മധ്യഭാഗത്തൂടെ ഒരു കെട്ടൂടെ കെട്ടി നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒക്കെ ആയിട്ടുണ്ട്. നമ്മളെ കണ്ടില്ലേ, സെറ്റ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മുളങ്കമ്പൊക്കെ കെട്ടി റെഡിയാക്കി വന്നപ്പോൾ നമ്മുടെ കനലും നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ നെറ്റ് വെച്ചുവിടാം. ഗ്രില്ലിന് പകരം നമ്മുടെ നെറ്റാണ് വയ്ക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനുള്ളൊക്കെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ മുളങ്കമ്പിൽ കെട്ടിയ ചിക്കൻ അടിച്ചു പരത്തി റെഡിയാക്കിയ ചിക്കൻ നമ്മളത് കനലിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ 2 വശവും നമ്മൾ മറിച്ചും തിരിച്ചും വെച്ച് പാകപ്പെടുത്തിയെടുക്കാനാണ് നോക്കുന്നത്. ഒരുമിച്ച് ഒരു സൈഡ് തന്നെ ഒരുമിച്ച് വേവാനിരുന്നാൽ അവിടെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് തന്നെ ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡ് കൂടെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇത് ഓരോ സൈഡിലും നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി അടുത്ത വശത്തേക്ക് ഇവിടെ നമ്മൾ ബട്ടർ തേച്ചെടുക്കണം. ഈ വശം നമ്മൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ബട്ടർ നേരത്തെ തന്നെ ആദ്യം മുതലേ തന്നെ വെക്കുന്ന സമയത്ത് നമ്മൾ ബട്ടർ കൊടുക്കുകയാണെങ്കിൽ ആ ബട്ടർ ഉരുകി നമുക്ക് കനലിലേക്ക് പോവുകയുള്ളൂ, നമുക്കത് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരു ഹാഫ് കുക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ബട്ടറിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഗ്രില്ലിൽ നിന്നും ഇലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാട്ടിച്ച് പരത്തി ഫ്ലാറ്റായി നമ്മുടെ ഇലയിൽ ഇങ്ങനെ മുരിഞ്ഞ് റെഡായി നമ്മളെ ചിക്കൻ ഇരിക്കണം. ഇനി അതിൻ്റെ കെട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ മുളങ്കമ്പും നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം അഴിച്ച് അങ്ങ് മാറ്റിയിടുക. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ ഒരു നീര് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പിഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ലെഗ് പീസ് തന്നെ ഒരെണ്ണം ഇളക്കിയെടുക്കാം. ബട്ടർ ഇതങ്ങനെ ഇറ്റ് വീഴുക. ബട്ടറും ആ ലെമൺ ജ്യൂസും കൂടെ ചേർന്നിട്ട് നല്ല റെഡി ആയിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതിനെ ലെഗ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല വെന്തു എന്നൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് വെച്ച് നടത്തി എടുക്കണ്ട. നല്ല ജ്യൂസി ആയിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, കഴിച്ചു നോക്കൂ. പുറമെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സൂപ്പർ, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇതാ ഇത് അടുത്ത കാല് ലെഗ് പീസ് കണ്ടല്ലേ, നല്ല മസാലയെല്ലാം കുളിച്ച് അടിപൊളിയായിട്ടാണ് അല്ലേ. മസാലയല്ല ബട്ടറിലാണ് കുളിച്ചിരിക്കുന്നത്. തെറ്റിപ്പോയതാണ്. മുരിഞ്ഞ് കരിഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നില്ലേ, നല്ല ടേസ്റ്റാണ് അവിടെയൊക്കെ. നല്ല വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. കണ്ട ആ മുരിഞ്ഞിരിക്കുന്ന ആ ഭാഗമാണ് നമുക്ക് സൂപ്പറായിട്ട് ടേസ്റ്റായിരിക്കുന്നത്. വ്യത്യസ്തമായൊരു രുചി തന്നെയാണ്. എങ്ങനെയുണ്ട് ബട്ടർ ചിക്കൻ? ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കഴിച്ചോ കണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കണ്ടല്ലേ ചിക്കനൊക്കെ. ചൂട്. അപ്പോൾ നമുക്കിത് തണുത്തിട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞങ്ങൾ വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ബൈ ബൈ. മഴ തുടങ്ങി ചിക്കനിൽ വെള്ളം.